Good morning, dear students. Good morning. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം നമ്മുടെ എക്സാം കഴിഞ്ഞു. എക്സാം എല്ലാവരും നല്ലപോലെ എഴുതിയോ? എഴുതിയില്ലേ? എല്ലാം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എക്സാം എല്ലാവർക്കും നല്ലപോലെ എഴുതാൻ പറ്റി. എല്ലാവർക്കും ഫുൾ മാർക്ക് ആയിരിക്കും അല്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ എക്സാമിന് മുമ്പിലെ ഹിസ്റ്ററി പാർട്ടിൽ ഒരു ചാപ്റ്റർ പഠിച്ചായിരുന്നു, ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്ററി. അപ്പോൾ നമ്മളതിൻ്റെ ബാലൻസ് അടുത്ത ചാപ്റ്ററാണ്. നമ്മൾ ഹിസ്റ്ററി പാർട്ടിൽ തന്നെ അടുത്ത ചാപ്റ്ററാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ദ ഏർലിയസ്റ്റ് സൊസൈറ്റീസ്. എന്താണ് നമ്മുടെ ചാപ്റ്റർ സെക്കൻഡ്? ഏർലിയസ്റ്റ് സൊസൈറ്റീസ്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എന്താണെന്ന് പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതുപോലെ തന്നെ ഹിസ്റ്റോറിയൻ ആരാണ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പണ്ടത്തെ കാലത്തിലെ പാസ്റ്റ് ഇവൻസിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തു. ഇനി അന്നത്തെ ആ ഒരു സമയത്ത് ഏർലിയസ്റ്റിലുള്ള അല്ലേ സൊസൈറ്റിയെ കുറിച്ച്, അവിടുത്തെ ആളുകൾ എങ്ങനെയായിരുന്നു, അവരുടെ ജീവിത രീതി എന്തായിരുന്നു എന്നതിനെ കുറിച്ചാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ടീച്ചർ വായിക്കാം, എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഓക്കെ, എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, ഇൻട്രൊഡക്ഷൻ. Man evolved very gradually from a stopping apply creature. This happened over hundreds of thousands of years, a period much longer than the entire period of modern man existence on earth. എന്തെങ്കിലും പറയുന്നത് നമുക്കറിയാം, പണ്ടത്തെ മനുഷ്യർ എങ്ങനെയായിരുന്നു? കുരങ്ങ് പോലുള്ള ജീവി അല്ലേ, അതുപോലുള്ള ജീവിയുടെയൊക്കെ കണക്ക് നമ്മൾ കുനിഞ്ഞായിരുന്നു അല്ലേ, ഒരു വളഞ്ഞ ശരീരപ്രകൃതി ആയിരുന്നു നമ്മൾ പണ്ടത്തെ മനുഷ്യരുടേത്. നമ്മൾ കേട്ടിട്ടില്ലേ, കുരങ്ങിൽ നിന്നാണ് പരിണമിച്ച് ഇന്നത്തെ മാനിലേക്ക് എത്തിയത് നമ്മൾ പലപ്പോഴും ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ എന്തായിരുന്നു, ഒരു കുനിഞ്ഞ ഒരു വളഞ്ഞ പ്രകൃതമായിരുന്നു പണ്ടത്തെ മനുഷ്യരുടേത് ആയിരുന്നില്ലേ. നമ്മളെ ടെക്സ്റ്റില് ഫിഗർ 2.1 നോക്കിക്കേ. ആദ്യം ഒരു കുരങ്ങിനെ പോലായിരുന്നു പണ്ടത്തെ മനുഷ്യൻ കാണപ്പെട്ടിരുന്നത്. അതിനുശേഷം നമ്മളൊന്ന് നിവർന്നു. എന്താണ് നിവർന്നു എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നിവർന്നില്ല, ഒന്ന് ജസ്റ്റ് ആ കുനിഞ്ഞ് എന്ന രീതിയിൽ ഒന്ന് കുറച്ചൊന്ന് നിവർന്നു, ഒന്നുകൊണ്ട് നല്ലോണം നിവർന്നു. മൂന്നാമത്തെ പിക്ചർ നോക്കിക്കേ. നാലാമത്തെ പിക്ചറിൽ നമ്മൾ തീയും കയ്യിലൊരു ഒരു ടൂളൊക്കെ ഉണ്ട്. അതിനുശേഷം ഒരു കുന്തവും പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നത് നിവർന്ന് കുറച്ചുകൂടെ. മോഡേൺ മാൻ എത്തിയപ്പോഴത്തേക്ക് എന്താ, കയ്യില് അമ്പും മില്ലുമാണ് അല്ലേ, എന്നിട്ട് എന്താ നിവർന്ന് നിൽക്കുകയാണ്. അപ്പൊ എന്താ, പണ്ടത്തെ ആ മനുഷ്യർ എന്താ ഒരു വളഞ്ഞ പ്രകൃതിയോടല്ലേ, രൂപ പ്രകൃതിയായിരുന്നു മനുഷ്യൻ്റെത്. അപ്പൊ ഈ ഒരു കാര്യം സംഭവിച്ചത്, ആ ഒരു വളഞ്ഞ ഒരു രൂപ നമ്മുടെ ശരീര പ്രകൃതിയിൽ നിന്നും ഒരു നിവർന്ന് നിൽക്കുന്ന മനുഷ്യരിലേക്ക് എത്തിയത് എത്ര ഇയർ ആണ്? ഇന്നോ നാളെയോ കൊണ്ട് സംഭവിച്ചതാണ്? അല്ല അല്ലേ, ഹൺഡ്രഡ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്, ആയിരക്കണക്കിന് നൂറുകണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു മാറ്റം മനുഷ്യരിൽ സംഭവിച്ചത്. നോക്കിക്കേ, മെനി ഫിസിക്കൽ ചേഞ്ചസ് അപ്പിയർഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അല്ലേ, ഈ ഒരു സമയത്ത് ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് ആണ് മനുഷ്യന് ഉണ്ടായിരുന്നില്ലേ. ആ ഒരു വളഞ്ഞ ശരീര പ്രകൃതിയിൽ നിന്നും ഇന്നത്തെ നമ്മുടെ നിവർന്ന് നിൽക്കുന്ന ഒരു മോഡേൺ മാനിലേക്ക് എത്താൻ എത്തിയപ്പോഴേക്കും ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് നമ്മുടെ മനുഷ്യരിൽ ഉണ്ടായി. നോക്കിക്കേ, an important change was the ability of the first man-like creature to balance on his feet and stand and walk erect. അപ്പൊ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ചേഞ്ച് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു പണ്ടത്തെ മനുഷ്യരിൽ നിന്ന് ഇല്ലേ ഇന്നത്തെ മോഡേൺ മാനിലേക്ക് എത്തിയപ്പോഴേക്കും ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് നമ്മുടെ മനുഷ്യരിൽ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ചേഞ്ച് എന്തായിരുന്നു? ആദ്യം നമ്മൾ കുനിഞ്ഞിങ്ങനെ കൈയും കാലും ഉപയോഗിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു? കാല് തന്നെ വെച്ചിട്ട് എന്ത് ചെയ്തു? നിവർന്ന് നിൽക്കാൻ അല്ലേ, തറയിൽ കാല് രണ്ടും ഉറപ്പിച്ച് നിൽക്കാൻ പഠിച്ചു. അപ്പൊ എന്തായത്, നിവർന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ കൈ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാല് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നിവർന്ന് നിൽക്കാനും നടക്കാനും പഠിച്ചു. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. എന്താണ്? കാല് രണ്ടും തറയിൽ ബാലൻസ് ചെയ്ത് നിർത്താൻ അവര് പഠിച്ചു. നോക്കിക്കേ, this freed his hands and he could pick up and throw things. അപ്പൊ ഇങ്ങനെ കാല് രണ്ടും നിലത്തുറപ്പിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് കൈ പിന്നെ കുത്തി നടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, കൈ രണ്ടും ഫ്രീ ആയി. ഇല്ല, അന്നത്തെ മനുഷ്യരുടെ കൈ രണ്ടും ഫ്രീ ആയപ്പോഴത്തേക്കും അവർ സാധനങ്ങൾ എറിയാനൊക്കെ പഠിച്ചു. ആ കൈ ഉപയോഗിച്ച് എന്താ, ഇനി അവർക്ക് മനസ്സിലായി, കൈകുത്തി നടക്കണ്ട, കാല് രണ്ടും ഉപയോഗിച്ച് നടക്കാൻ. അത് കൈ എന്തോ ചെയ്യാം, ഓരോ സാധനങ്ങളൊക്കെ എറിയാനായിട്ട് അവര് യൂസ് ചെയ്തു. ഹിസ് തം ഇവോൾവ്ഡ്. തള്ളവല്ലിങ്ങനെ വികസിച്ചു. എന്താ, നമ്മുടെ ഈ ഒരു കൈയുടെ രൂപത്തിലേക്ക് മാറി, തള്ളവല്ലൊക്കെ വികസിച്ചു. ഇറ്റ് കുഡ് മൂവ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഹിസ് അതർ ഫിംഗേഴ്സ് ആൻഡ് ക്ലോസ് ഇൻ വൺ തം. അപ്പൊ എന്താണ്, നമുക്ക് വിരലുകൾ ഇങ്ങനെയൊക്കെ അല്ലേ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പിടിക്കാനൊക്കെ സാധിച്ചു.
This helped him handle objects better than other animals. ഇല്ലേ, നമുക്ക് നല്ല രീതിയിൽ മറ്റുള്ള ആനിമൽസിനേക്കാളും സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നമുക്ക് നല്ലോണം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ, പിടിക്കാനും എറിയാനും അത് കൈവിരലുകളൊക്കെ ഇങ്ങനെ ചലിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയും. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറഞ്ഞത്? പണ്ടത്തെ ആ ഒരു മനുഷ്യന്റെ ഒരു വളർന്ന ശരീരപ്രകൃതിയിൽ നിന്നും ഇന്നത്തെ ആ ഒരു മോഡേൺ മാനിലേക്ക് എത്തിയത് ഒരു വർഷം കൊണ്ടാണോ? അല്ല, തൗസൻഡ്സ് ആൻഡ് ഹൺഡ്രഡ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് ഈ ഒരു മാറ്റം നമുക്ക് വന്നത്. ഈ ഒരു മാറ്റം സംഭവിച്ചപ്പോൾ നമുക്ക് ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടായെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ ചേഞ്ച് എന്തായിരുന്നു? നമ്മൾ കാല് ഉപയോഗിച്ച് നിൽക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ കാലിൽ നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ പഠിച്ചു. അതിനുശേഷം എന്താണ്? കൈ ഫ്രീ ആയപ്പോഴത്തേക്ക് കൈ കൊണ്ട് ഓരോ സാധനങ്ങൾ എറിയാൻ തുടങ്ങി. അതുപോലെ തന്നെ മറ്റ് ആനിമൽസിനേക്കാളും ബെറ്ററായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഒബ്ജക്റ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ശീലിച്ചു. നോക്കിക്കേ, ഇംപ്രൂവ്ഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നോക്കിയാൽ മെച്ചപ്പെട്ട ധാരണയെത്തി. മാൻസ് ബ്രെയിൻ സൈസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ്. അപ്പോൾ എന്താണ്? മനുഷ്യരിങ്ങനെ നിൽക്കാനൊക്കെ പഠിച്ചപ്പോഴത്തേക്കും അവരുടെ ബ്രെയിൻ എന്തായാലും കുറച്ച് ഇൻക്രീസ് ആവാൻ തുടങ്ങി, മെച്ചപ്പെടാൻ തുടങ്ങി. ഹി ലേൺ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഡാപ്റ്റ് ഹിംസെൽഫ് ടു ഹിസ് സറൗണ്ടിങ്സ്. അപ്പോൾ എന്താണ്? അവൻ സ്വയം എന്ത് ചെയ്യാൻ തുടങ്ങി? അവൻ തന്റെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനും അതുമായിട്ട് സ്വയം പൊരുത്തപ്പെടാനും പഠിച്ചു. അവരുടെ പണ്ടത്തെ മനുഷ്യരുടെ തലച്ചോറ് എന്താണ്? ബ്രെയിൻ വികസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? തന്റെ ചുറ്റുപാടുകളെ സ്വയം മനസ്സിലാക്കാനും അതുവഴി നമ്മളെ ചുറ്റുപാടുമായിട്ട് സ്വയം പൊരുത്തപ്പെടാനും മനുഷ്യൻ പഠിച്ചു. At first, he used stones which were easily available to throw on his prey for crushing nuts and so on. അപ്പോൾ എന്താണ്? അന്ന് കൂടുതലായിട്ടും എന്താണ്? സ്റ്റോൺ ആയിരുന്നു അല്ലേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈസിലി അവർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് സ്റ്റോൺ ആയിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ച് അവർ എന്ത് ചെയ്തു? തൻ്റെ ഇരകളെ എറിഞ്ഞിടാനും അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ ഇല്ലേ, അണ്ടിപ്പരിപ്പ്, അതുപോലെ നട്ട്സ്, നമുക്കറിയാലോ കാട്ടിൽ നിന്ന് കിട്ടുന്ന നട്ട്സ്, അത് ക്രഷ് ചെയ്യാനൊക്കെ അവർ കല്ല് ഉപയോഗിച്ചു. In due course, he discovered that the sharp edges of broken stones were very useful for cutting and chopping wood and meat. അപ്പോൾ എന്താണ് അവർ മനസ്സിലാക്കി? എന്താണ് അവർ കണ്ടുപിടിച്ചു? ഇങ്ങനെ എന്താണ് എഡ്ജസ് ഓഫ് ബ്രോക്കൺ സ്റ്റോൺസ്, അതായത് എന്താണ് പൊട്ടിയ കല്ലുകളുടെ ആ ഒരു കൂർത്ത അറ്റം ഉപയോഗിച്ച് എന്ത് ചെയ്യാം? മാംസവും മരവും ഒക്കെ എന്താണ് മുറിക്കാം അല്ലേ, അല്ലെങ്കിൽ കട്ട് ചെയ്യാനും ചോപ്പ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ള കാര്യം അവര് മനസ്സിലാക്കി, കണ്ടുപിടിച്ചു. And rounded stones were useful for crushing and grinding things. അപ്പോൾ എന്താണ്? പൊട്ടിയ ആ കല്ലിന്റെ കൂർത്ത അറ്റം ഉപയോഗിച്ച് മാംസവും മരവും ഒക്കെ മുറിക്കാമെന്നും അതുപോലെ തന്നെ ഉരുണ്ട കല്ലാണെങ്കിൽ സാധനങ്ങൾ ചതയ്ക്കാനും പൊടിക്കാനും ഒക്കെ പറ്റുമെന്ന് അവര് കണ്ടെത്തി. Thus man began to make tools and weapons according to his needs. അപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ആവശ്യത്തിനനുസരിച്ച് ടൂൾസും വെപ്പൺസും ഒക്കെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവര് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. Over the years, he improved upon his tools and weapons. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ആ ടൂൾസിന്റെയും വെപ്പൺസിന്റെയും ഒക്കെ രീതി ആകൃതിയൊക്കെ മാറി വന്നു. കാരണം എന്താ? അവർ പുതിയ കാര്യങ്ങൾ പഠിച്ച് വരാൻ തുടങ്ങി. നമ്മൾ എന്തോ പറഞ്ഞത്? നമ്മളുടെ മനുഷ്യര് എന്താണ് രണ്ട് കാലില് നിവർന്ന് നിൽക്കാൻ പഠിച്ചു, കൈകൊണ്ട് സാധനങ്ങളൊക്കെ എറിയാനും അതുപോലെ തന്നെ ഒബ്ജക്റ്റിലെ തിങ്സ് ഹാൻഡിൽ ചെയ്യാനും അവർ പഠിച്ചു. അപ്പൊ അതുപോലെ എന്താ അവരുടെ ബ്രെയിൻ വികസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇല്ലേ അവര് തന്റെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനും അതുപോലെ ചുറ്റുപാടുകളായിട്ട് സ്വയം ഇണങ്ങിച്ചേരാൻ പൊരുത്തപ്പെടാനും മനുഷ്യർ പഠിച്ചു. പിന്നെ എന്താണ്? അപ്പൊ അവർക്ക് അന്ന് അവൈലബിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സ്റ്റോൺ ആയിരുന്നു. അത് ഉപയോഗിച്ച് അവര് തന്റെ ഇരകളെ എറിഞ്ഞിടാനും അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ ക്രഷ് ചെയ്യാനൊക്കെ അത് ഉപയോഗിച്ചു. അപ്പൊ എന്നിട്ട് അവർ എന്ത് പഠിച്ചു? അവർ എന്ത് കണ്ടെത്തി? നമ്മുടെ പൊട്ടിയ കല്ലിന്റെ കൂർത്ത അറ്റം ഉപയോഗിച്ച് മാംസവും മരവും ഒക്കെ മുറിക്കാനും അതുപോലെ തന്നെ ഉരുളൻ കല്ലാണെങ്കിൽ അത് ഉപയോഗിച്ച് സാധനങ്ങളൊക്കെ ക്രഷ് ചെയ്തും ഗ്രൈൻഡ് ചെയ്തും ചോപ്പ് ചെയ്തൊക്കെ എടുക്കാൻ അവര് കണ്ടെത്തി ഇല്ലേ. എന്നിട്ട് അവർ എന്ത് ചെയ്തു? അവരുടെ ആവശ്യങ്ങൾ കൂടി വരുന്നതിനനുസരിച്ച് അവർക്ക് വേണ്ടുന്ന ടൂൾസും വെപ്പൺസും ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് സ്റ്റോൺ ഏജ്. എന്താണ് സ്റ്റോൺ ഏജ്? എന്താ സ്റ്റോൺ ഏജ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്റ്റോൺ ഏജ് എന്താ? ശിലായുഗം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? സ്റ്റോൺ ഏജ് നോക്കിക്കേ. The Stone Age was the period during which stone was the most widely used material for making tools and weapons. അപ്പോൾ സ്റ്റോൺ ഏജിൽ എന്തായിരുന്നു ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ആയിരുന്നു ഒരു എന്താണ് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്ത ഒരു കാര്യം, ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റോൺ ആയിരുന്നു. ഈ സ്റ്റോൺ വെച്ചിട്ടാണ് അവർ ആവശ്യമായിട്ടുള്ള ടൂൾസും വെപ്പൺസും ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പൊ സ്റ്റോൺ ഏജ് എന്ന് കരുതുന്നത് ശിലായുഗം അല്ലേ?
ശിലായുഗത്തിൽ അവർ എന്തുവാ ചെയ്തത്? ശില അല്ലെങ്കിൽ പാറ, സ്റ്റോൺ ആയിരുന്നു അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. അത് ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർക്ക് ആവശ്യമുള്ള ടൂൾസും വെപ്പൺസും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. It started more than 1 million years ago when he first tool using ancestor of modern man appeared. അപ്പോൾ ഈ ഒരു ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തല്ലേ? നമ്മുടെ ആൻസസ്റ്റേഴ്സ് എന്ത് ചെയ്ത് ടൂൾ യൂസ് ചെയ്യാൻ തുടങ്ങി ആ ഒരു 1 മില്യൺ ഇയേഴ്സിന് ആ ഒരു മുമ്പ് തൊട്ട് തന്നെ ഈ ഒരു യുഗം അല്ലെങ്കിൽ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു. The Stone Age covered the longest period of man's existence on Earth. ഇല്ലേ, എന്താണ് ഭൂമിയിൽ മനുഷ്യരുടെ ആ ഒരു നിലനിൽപ്പ് അല്ലെ ആ ഒരു തുടങ്ങിയ സമയം മുതലിട്ടുള്ള ഏറ്റവും കൂടുതൽ കവർ ചെയ്ത ഒരു യുഗമായിരുന്നു ശിലായുഗം, സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. Based on the type of tools used, the Stone Age can be divided into 3 periods. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോൺ ഏജിൽ യൂസ് ചെയ്തിരുന്ന ടൂൾസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സ്റ്റോൺ ഏജിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് ടീച്ചർ പറഞ്ഞത്? സ്റ്റോൺ ഏജിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ടൂൾസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റോൺ ഏജിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് നോക്കിക്കേ, ദ പാലിയോലിത്തിക് ഏജ്. എന്താണ് പാലിയോലിത്തിക് ഏജ്? സ്റ്റോൺ ഏജിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് ടീച്ചർ ഏതാ പറഞ്ഞത്? ഫസ്റ്റ് നമ്മളെന്താ പറഞ്ഞ സ്റ്റോൺ ഏജിനെ അന്ന് ഉപയോഗിച്ചിരുന്ന ആ ഒരു ടൂൾസിന്റെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തെയാണ് അതിൽ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. നോക്കിക്കേ, These are the Paleolithic age or old Stone Age. എന്താണ് പുരാതന ശിലായുഗം എന്ന് നമ്മൾ അല്ലെങ്കിൽ അതിനെ വിളിക്കും. Paleo means old and litho in Greek means stone. അപ്പോൾ എന്താണ് ഇതിൽ പാലിയോയ്ക്ക് നമ്മൾ എന്താ പാലിയോയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് അല്ലേ, പഴയത് നമ്മൾ പറയും. അതുപോലെ ലിത്തോ, ലിത്തോസിനെ നമ്മൾ ഗ്രീക്കിൽ പറയുന്ന പേരെന്താണ്? ഗ്രീക്കിൽ പറയുന്ന മീനിങ് എന്താണ്? മീനിങ് മീൻസ് എന്താണ്? സ്റ്റോൺ. അപ്പം പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് നമുക്ക് പറയാം. എന്താണ്? പഴയ ശിലായുഗം എന്ന് പറയാം അല്ലേ, പഴയ പുരാതന ശിലായുഗം എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് പാലിയോലിത്തിക് ഏജ്? അതിൽ പാലിയോ മീൻസ് ഓൾഡ്, ലിത്തോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ മീനിങ് സ്റ്റോൺ എന്നാണ്. അപ്പൊ നമ്മൾ ശിലായുഗത്തെ സ്റ്റോൺ ഏജിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിലൊന്നാണ് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് അല്ലേ. പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമ്മൾ ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് പറയും, പുരാതന ശിലായുഗം എന്ന് പറയും. അതിൽ പാലിയോ മീൻസ് ഓൾഡ് എന്നാണ് അതിന്റെ മീനിങ്. ലിത്തോസ് എന്ന് വെച്ചാൽ ഗ്രീക്കിൽ മീനിങ് സ്റ്റോൺ എന്നാണ്. മനസ്സിലായോ? ആദ്യത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് മനസ്സിലായോ? ഇനി അടുത്ത രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കേ, ദ മെസോലിത്തിക് ഏജ്. എന്താണ് മെസോലിത്തിക് ഏജ്? മെസോലിത്തിക് ഏജ് മെസോലിത്തിക് ഏജ് അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഓർ മിഡിൽ സ്റ്റോൺ ഏജ് ഇല്ലേ, മധ്യശിലായുഗം. മെസോലിത്തിക് ഏജ് അല്ലെങ്കിൽ അതിനെ മധ്യശിലായുഗം, മിഡിൽ സ്റ്റോൺ ഏജ് നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ മീസോ മീൻസ് എന്താണ്? മീസോ മീൻസ് മിഡിൽ എന്നാണ് അല്ലേ. മീസോ മീൻസ് മിഡിൽ എന്നാണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മൾ പാലിയോലിത്തിക് ഏജ് എന്ന് ക്ലാസിഫൈ ചെയ്ത്, രണ്ടാമത് മെസോലിത്തിക് ഏജ് എന്ന് പറഞ്ഞു. മെസോലിത്തിക് ഏജിൽ മീസോ മീൻസ് എന്താണ്? മിഡിൽ എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇതിനെ നമ്മൾ എന്താ മിഡിൽ സ്റ്റോൺ ഏജ് എന്നും വിളിക്കുന്നുണ്ട്, മധ്യശിലായുഗം എന്നും വിളിക്കുന്നുണ്ട്. അടുത്ത നോക്കിക്കേ, നിയോലിത്തിക് ഏജ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നിയോലിത്തിക് ഏജ്. എന്താ നിയോലിത്തിക് ഏജ്? നിയോ മീൻസ് എന്താണ്? നിയോ മീൻസ് ന്യൂ. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ വിളിക്കുന്നു? ന്യൂ സ്റ്റോൺ ഏജ് ഇല്ലേ, ആധുനിക ശിലായുഗം എന്ന് നമുക്ക് എന്താ അതിനെ വിളിക്കാം? ന്യൂ സ്റ്റോൺ ഏജ്. ന്യൂ മീൻസ് അല്ലേ, നിയോ മീൻസ് ന്യൂ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ നിയോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ എന്താണ്? ന്യൂ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ആധുനിക ശിലായുഗം എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റോൺ ഏജിൽ യൂസ് ചെയ്തിരുന്ന ആ ഒരു ശിലായുഗത്തിൽ യൂസ് ചെയ്തിരുന്ന ടൂൾസിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റോൺ ഏജിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആദ്യം പാലിയോലിത്തിക് ഏജ് ആണ് അല്ലേ. പാലിയോലിത്തിക് സ്റ്റോൺ ഏജ് നമ്മൾ എന്തോ പറയുന്നത്? പാലിയോ മീൻസ് ഓൾഡ്, ലിത്തോസ് എന്ന് വെച്ചാൽ ഗ്രീക്കിൽ മീനിങ് സ്റ്റോൺ എന്നാണ്. അപ്പൊ എന്താ നമ്മൾ ഓൾഡ് സ്റ്റോൺ ഏജിന് നമ്മൾ ഈ പാലിയോലിത്തിക് ഏജിനെ പറയുന്നുണ്ട്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ മീസോലിത്തിക് ഏജ് ആണ്. മീസോലിത്തിക് ഏജിൽ മീസോ എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്തായാലും മിഡിൽ എന്നാണ് അതിന്റെ മീനിങ്. ലിത്തോ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് സ്റ്റോൺ. അപ്പൊ മീസോലിത്തിക് ഏജിനെ നമ്മൾ എന്തോ പറയുന്നു, മിഡിൽ സ്റ്റോൺ ഏജ് എന്ന് പറയും, മധ്യ ശിലായുഗം എന്ന് പറയും. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നിയോലിത്തിക് ഏജ് ആണ്. അപ്പൊ നിയോ മീൻസ് എന്താണ്, ന്യൂ എന്നാണ് അല്ലേ. നവീന ശിലായുഗം എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ആധുനിക ശിലായുഗം, നവീന ശിലായുഗം നമ്മൾ പറയും. നിയോലിത്തിക് ഏജിനെ നമ്മൾ നവീന ശിലായുഗം എന്ന് വിളിക്കുന്നു. നിയോ മീൻസ് ന്യൂ എന്നാണ് അതിന്റെ മീനിങ്. നമുക്ക് എങ്ങനെയാ പറയാം, ന്യൂ എന്താണ് സ്റ്റോണേജ് എന്നും പറയാം അല്ലേ. അപ്പൊ നമ്മൾ സ്റ്റോണേജിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. പുരാതന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അതില് പാലിയോലിത്തിക് ഏജില് അങ്ങനെ നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടും. എന്തായിരുന്നു പാലിയോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ ഓൾഡ് സ്റ്റോണേജ് എന്ന് വിളിക്കുന്നു. മീസോലിത്തിക് ഏജിനെ നമ്മൾ മിഡിൽ സ്റ്റോണേജ് എന്നും പറയും. നിയോലിത്തിക് ഏജിനെ നമ്മൾ ന്യൂ സ്റ്റോണേജ് എന്നും വിളിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? നോക്കിക്കേ, apart from stone, man used bone, wood and animal horn to make tools and weapons. അപ്പൊ എന്താണ് ഈ ഒരു സ്റ്റോണിന് പുറമെ മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ബോൺ, അതുപോലെ തന്നെ വുഡ്, ആനിമൽ ഹോൺ അല്ലെ, മൃഗങ്ങളുടെ കൊമ്പും എല്ലും മരത്തടി തടിയൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, മനുഷ്യര് വെപ്പൺസും ടൂൾസും ഉണ്ടാക്കാൻ തുടങ്ങി. In this chapter you will learn about the life of Paleolithic. നമ്മൾ ആദ്യം പഠിക്കുന്നത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് നമ്മൾ ഈ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്യുന്നത് പാലിയോലിത്തിക് ഏജിനെയും പാലിയോലിത്തിക് മാനിന്റെ ഒരു ലൈഫിനെ കുറിച്ചാണ്. ബാക്കി രണ്ട് എന്താണ് സ്റ്റോണേജ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യത്തില്ല. നമ്മൾ എന്താണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്, പാലിയോലിത്തിക് മാന്റെ ലൈഫിനെ കുറിച്ചാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, സ്റ്റോണേജ് എന്താണെന്ന് സ്റ്റഡി ചെയ്തു അല്ലേ. സ്റ്റോണേജിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തെന്ന് പറഞ്ഞു. പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. അതില് പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മനുഷ്യരുടെ ജീവിത രീതിയെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. നോക്കിക്കേ, പാലിയോലിത്തിക് ഏജ്. Paleolithic age was longest part of the Stone Age. അപ്പോൾ ശിലായുഗത്തിലെ സ്റ്റോൺ ഏജിലെ ഏറ്റവും നീണ്ടു നിന്ന ഒരു കാലഘട്ടമായിരുന്നു പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇറ്റ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻടു 3 periods. ഇതിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് അല്ലെങ്കിൽ 3 കാലഘട്ടമായിട്ട് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക് ആൻഡ് അപ്പർ പാലിയോലിത്തിക്. അപ്പൊ നമ്മൾ ഈ പാലിയോലിത്തിക് ഏജിനെ തന്നെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ലോവർ പാലിയോലിത്തിക് അല്ലേ, മിഡിൽ പാലിയോലിത്തിക് ആൻഡ് അപ്പർ പാലിയോലിത്തിക്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഒരു പാലിയോലിത്തിക് ഏജിനെ വീണ്ടും മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക് ആൻഡ് അപ്പർ പാലിയോലിത്തിക്. ശ്രദ്ധിച്ചേ, the names of these periods are based on the depth at which remains belonging to these periods have been found. അപ്പോൾ എന്താണ് ഈ ഓരോ പേരിന്റെയും ഈ പേര് നമുക്ക് എന്ത് കാണിച്ചു തരുന്നു, ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിന്റെ ആഴത്തെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. Remains of the past are usually buried under soil, decaying vegetation and garbage which pile up in layers over the years. അപ്പോൾ എന്താണ് നമുക്കറിയാം, പുരാതന വസ്തുക്കളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, മണ്ണ് കുഴിക്കുമ്പോൾ അതിന്റെ അടിയിൽ നിന്നാണ് മിക്കപ്പോഴും നമുക്ക് പുരാതന വസ്തുക്കളൊക്കെ കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, പണ്ടത്തെ ആൾക്കാർ ഈ പുരാതന വസ്തുക്കൾ മണ്ണിൽ കുഴിച്ചിടും. കുഴിച്ചിടുന്ന സമയത്ത് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന തരത്തിലുള്ള വസ്തുക്കളും മാലിന്യങ്ങളും ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അതൊക്കെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് വർഷങ്ങൾ എടുക്കുമ്പോൾ അതെന്താണ് ഒരു പാളി പോലൊക്കെ മാറുന്നു. Hence, when archaeologists dig the ground, they usually find remains of earlier periods at lower levels and remains of the later periods at higher levels. അപ്പോൾ എന്താണ് ആർക്കിയോളജിസ്റ്റ് ഇങ്ങനെ മണ്ണ് കുഴിക്കുന്ന സമയത്ത് എന്ത് കിട്ടുന്നു, പുരാതന കാലത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു എന്താണ് ലോവർ പാർട്ടിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ആ ലോവർ ലെവലിൽ നമുക്ക് കിട്ടുകയും അതിനേക്കാളും അത് കഴിഞ്ഞിട്ടുള്ള പീരീഡ്സ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു എന്താണ് കാലഘട്ടത്തിന് കുറച്ച് ആ കാലഘട്ടം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് വന്ന കാലഘട്ടത്തെ വസ്തുക്കളാണെങ്കിൽ നമുക്ക് ഹയർ ലെവലിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ എന്താ പറഞ്ഞത്, നമ്മൾ പറഞ്ഞു ഈ പാലിയോലിത്തിക് ഏജിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു, ലോവർ ലെവല്, മിഡില്, അപ്പർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് പറഞ്ഞു, നമ്മളൊക്കെ അറിയാം പണ്ടത്തെ പുരാതന വസ്തുക്കളൊക്കെ മണ്ണിന്റെ അടിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ, മണ്ണ് കുഴിക്കുമ്പോഴാണ് കിട്ടുന്നത്.
അപ്പോൾ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന വസ്തുക്കളാണെങ്കിൽ മാലിന്യങ്ങളാണെങ്കിൽ അവ എന്ത് ചെയ്യുന്നു, അത് അഴുകി ചേർന്നിച്ച് മണ്ണുമായിട്ട് അലിഞ്ഞു ചേർന്ന് ഭാവിയിൽ അതൊരു പാളി പോലൊക്കെ കാണപ്പെടുന്നു. അപ്പോൾ ആർക്കിയോളജിസ്റ്റ് ഈ മണ്ണ് കുഴിക്കെടുക്കുന്ന സമയത്ത് പണ്ടത്തെ കാലത്തെ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ലോവർ ലെവലിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിന് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് ആ ഒരു അപ്പർ ലെവലിൽ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഹയർ ലെവലിൽ നമുക്കത് കിട്ടുന്നു. ഇത്ര കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ പാലിയോലിത്തിക് ഏജിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ലൈഫ് ഓഫ് പാലിയോലിത്തിക് മാൻ, ഇനി ആ ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, സ്റ്റഡി ചെയ്യാം. ഓക്കെ, നോക്കിക്കേ. സോഴ്സസ്, ഇപ്പൊ നമുക്ക് പണ്ടുള്ള മനുഷ്യരുടെ ആ ഒരു കാലത്തെ കുറിച്ച് എങ്ങനെ ഉറവിടം, അതിന്റെ ഉറവിടം നമുക്ക് എങ്ങനെ കിട്ടുന്നു, ആ ഉറവിടം ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Our ideas about the lifestyle of Paleolithic man are based mainly on archaeological finds. ഇല്ലേ, നമുക്കറിയാം അല്ലെ, പുരാവസ്തു ഗവേഷകർ അല്ലെങ്കിൽ ആ ഒരു ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പണ്ടത്തെ മനുഷ്യരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ പാലിയോലിത്തിക് മാൻ്റെ ലൈഫ് സ്റ്റൈൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിൽ നിന്നാണ്. These include skeletal remains of man and animals, things made by primitive man and his paintings on rocks and cave walls. അപ്പം ഇതിൽ എന്തൊക്കെ ഉൾപ്പെടും, പണ്ടത്തെ ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, പുരാവസ്തുക്കളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, അതിനകത്ത് ദീസ് ഇൻക്ലൂഡ് skeleton remain of man and animals, ഇല്ലേ, മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഇല്ലേ അസ്ഥികൂടങ്ങൾ, അതുപോലെ തന്നെ തിങ്സ് മെയ്ഡ് ബൈ പ്രിമിറ്റീവ് മാൻ, അവരുപയോഗിച്ചിരുന്ന പണ്ടത്തെ പ്രിമിറ്റീവ് മാൻ യൂസ് ചെയ്തിരുന്ന വസ്തുക്കൾ, ആൻഡ് ഹിസ് പെയിന്റിങ്സ് ഓൺ റോക്ക് ആൻഡ് കേവ് വാൾസ്, അവരുടെ പെയിന്റിങ്സിലെ റോക്സിലും പാറയിലും ഇല്ലേ കേവ് വാൾസ് ഗുഹകളുടെ ഭിത്തിയിലും ഒക്കെ അവർ എഴുതി വെച്ച് നല്ല വരച്ചു വെച്ചിരുന്ന പെയിന്റിങ്സ്, ഈ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ പാലിയോലിത്തിക് മാനിന്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് മനസ്സിലാക്കിയത്. Such remains have been found mainly in the Son River Valley in Pakistan, in the upper Narmada region, in the Deccan, and at some places in South India such as Atirampakam near Chennai. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്, ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ പാലിയോലിത്തിക് മാനിന്റെ ഈ ഒരു തിങ്സ് ആയാലും അല്ലെങ്കിൽ എന്താണ് അവർ ഉപയോഗിച്ചിരുന്ന ആ ഒരു പെയിന്റിംഗ് ആയാലും ഒക്കെ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് നോക്കിക്കേ. സോൺ റിവർ വാലി ഇൻ പാകിസ്ഥാനിലെ സോൺ റിവർ വാലിയിലെ ആ ഒരു നദീതടത്തിൽ നിന്നും, അതുപോലെ തന്നെ ഇൻ ദ അപ്പർ നർമ്മദ റീജിയൻ, നർമ്മദ നദിയുടെ അപ്പർ റീജിയനിൽ നിന്നും, ഇൻ ദ ഡെക്കാനിൽ നിന്ന്, ആൻഡ് അറ്റ് സം പ്ലേസസ് ഇൻ സൗത്ത് ഇന്ത്യയിലെ ആറ്റിറമ്പാക്കം, ചെന്നൈക്ക് അടുത്തുള്ള ആറ്റിറമ്പാക്കം, ഇവിടെ നിന്നൊക്കെയാണ് ഇതിന്റെ കണ്ടെത്തലുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എവിടെയൊക്കെയാണ്, സോൺ റിവർ വാലി ഇൻ പാകിസ്ഥാനിലെ സോൺ റിവർ വാലിയിലെ നദീതടത്തിൽ നിന്നും, ഇല്ലേ സോൺ നദീതടത്തിൽ നിന്നും, ഇൻ ദ അപ്പർ നർമ്മദ റീജിയൻ, നർമ്മദ നദിയുടെ അപ്പർ റീജിയനിൽ നിന്ന്, ഇൻ ദ ഡെക്കാനിൽ നിന്ന്, പിന്നെ എവിടെ നിന്നാണ്, പ്ലേസസ് ഇൻ സൗത്ത് ഇന്ത്യയിലെ പ്ലേസസിൽ, അതെവിടെ, ചെന്നൈക്ക് അടുത്തുള്ള ആറ്റിറമ്പാക്കം, ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഈ പാലിയോലിത്തിക് മാനിന്റെ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. When an archaeologist studies an excavated object, he also studies the soil in which it was buried. അപ്പോൾ എന്താണ്, ഒരു ആർക്കിയോളജിസ്റ്റ് എന്തെങ്കിലും ഒരു ഗവേഷണം നടത്തുമ്പോൾ, ഒരു പുരാവസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ഗവേഷണം നടത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് എവിടെ നിന്നാണോ കിട്ടിയത് ആ പുരാവസ്തു, അദ്ദേഹത്തിന് എവിടെ നിന്നാണോ കിട്ടിയത് ആ കിടന്ന സ്ഥലത്തെ മണ്ണും കൂടി ഇദ്ദേഹം എടുത്ത് പരിശോധിക്കാറുണ്ട്. This tells him about the climate and vegetation of the period to which the objects belongs. അപ്പോൾ ഇത് നമുക്ക് എന്താണ് പറയുന്നത്, ഇങ്ങനെ ആ ഒരു വസ്തു കിടന്ന സ്ഥലത്തെ മണ്ണും കൂടെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ സമയത്തെ ക്ലൈമറ്റും വെജിറ്റേഷൻ ഇല്ലേ, ആ ഒരു പീരീഡില് ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ ക്ലൈമറ്റിനെ കുറിച്ചും അവിടുത്തെ വെജിറ്റേഷനെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. Some of our ideas about the life of primitive man can be confirmed by observing today's tribal group like the Todas of the Nilgiri Hills and the Javas and Ongans of the Andaman Island who still hold on to ancient way of life. നമുക്ക് എന്താണ് ഇതേപോലെ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളിൽ നിന്ന് ഇല്ലേ, അവർ താമസിച്ച സ്ഥലത്ത് നിന്ന് മണ്ണിൽ നിന്നൊക്കെ നമുക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഐഡിയാസ് കിട്ടും. എവിടെ നിന്നാണ്, primitive man can be confirmed by observing today's tribal group. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ആദിവാസി ജനത ഇപ്പോഴും ഉണ്ട്, അപ്പോൾ അവരെ മനസ്സിലാക്കണം, അവരെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രിമിറ്റീവ് മാൻ്റെ ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എവിടെയൊക്കെയാണ് അവർ കാണപ്പെടുന്നത്,
കാണുന്നത്? ലൈക്ക് ദ തോഡാസ് ഓഫ് ദ നീലഗിരി ഹിൽസ് ഇല്ലേ, നീലഗിരി കുന്നുകളിലെ തോഡാസ് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ആൻഡ് ദ ജാർവാസ് ആൻഡ് ഓഗൻസ് ഓഫ് ദ ആൻഡമാൻ ഐലൻഡ്, ആൻഡമാൻ ദ്വീപുകളിൽ കാണുന്ന ഓഗൻസ്, ജാർവാസ്, ഇവരെയൊക്കെ നമ്മൾ പഠിച്ചാൽ നമുക്ക് പ്രിമിറ്റീവ് മാനിന്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. കാരണം എന്താണ്, അവരിപ്പോഴും ആ ഒരു ഏൻഷ്യൻ വേ ഓഫ് ലൈഫാണ് ഫോളോ ചെയ്തു വരുന്നത് അല്ലേ. പണ്ടത്തെ ആൾക്കാരുടെ ജീവിത രീതി ഫോളോ ചെയ്തു വരുന്ന കുറച്ച് ആദിവാസി ഗ്രൂപ്പുകൾ ഇന്നും നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പൊ അവരെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പ്രിമിറ്റീവ് മാനിന്റെ കൂടുതൽ കാര്യങ്ങൾ, അവരന്ന് ഉപയോഗിച്ച ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. നോക്കിക്കേ, ഹണ്ടർ ആൻഡ് ഗ്യാദറർ. അപ്പൊ പണ്ടത്തെ മനുഷ്യൻ എങ്ങനെയായിരുന്നു? ഹണ്ടർ ആൻഡ് ഗ്യാദറർ അല്ലേ, എന്താണ്, വേട്ടക്കാരായിരുന്നു പണ്ടത്തെ മനുഷ്യരെ നമുക്ക് പറയാം. എങ്ങനെയാണ്? പാലിയോലിത്തിക് മാൻ ലീവ്ഡ് ഇൻ കേവ്സ് ആൻഡ് റോക്ക് ഷെൽട്ടർ ഇല്ലേ. എവിടെയൊക്കെയാണ് പാലിയോലിത്തിക് മാൻ എവിടാണ് ലീവ് ചെയ്ത് താമസിച്ചത്? എവിടാണ്? കേവ്സ്, ഗുഹകളിലും അല്ലേ, പാറ ഷെൽട്ടർ, അതായത് പാറക്കൂട്ടങ്ങളിടയിലും ഒക്കെ ആയിരുന്നു അവര് താമസിച്ചിരുന്നത്. ഹി വാസ് എ നോമാഡ്. നോമാഡ് എന്ന് വെച്ചാൽ എന്താ? നാടോടി. അവരില്ലേ, അവര് നാടോടികളായിരുന്നു എന്ന് പറയാം. നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ. പണ്ടത്തെ മനുഷ്യര് ഭക്ഷണത്തിന് വേണ്ടി അലിഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നു, ഒരിടത്ത് സ്ഥിര താമസക്കാരല്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് കുഞ്ഞു ക്ലാസ് മുതലേ. അപ്പൊ എന്താണ്? ഹി വാസ് എ നോമാഡ്. ഒരു പണ്ടത്തെ മനുഷ്യര് നാടോടികളായിരുന്നു. ഹു വാണ്ടേർഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ഫുഡ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി ഇവരെന്താണ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഹി ഡിഡ് നോട്ട് നോ ഹൗ ടു പ്രൊഡ്യൂസ് ഫുഡ് ഇല്ലേ. പണ്ടത്തെ മനുഷ്യർക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. ഹി സർവൈവ്ഡ് ബൈ ഹണ്ടിങ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്, ഫിഷിംഗ് ആൻഡ് ഗ്യാദറിംഗ് വൈൽഡ് പ്ലാന്റ്സ്, ബെറീസ്, നട്ട്സ്, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. അപ്പൊ എന്താണ്, അവര് എങ്ങനെ അവരുടെ ജീവിതം നിലനിർത്തിയത്? വൈൽഡ് ആനിമൽസിനെയും ബേർഡ്സിനെയും അല്ലേ, കാട്ടുമൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം വേട്ടയാടി, അതുപോലെ വൈൽഡ് പ്ലാന്റ്സിലെ കാട്ടുചെടികൾ ഭക്ഷിച്ചു, അതുപോലെ മത്സ്യബന്ധനം നടത്തി, പിന്നെന്താണ് ബെറീസിലെ അവിടുത്തെ പഴങ്ങളും നട്ട്സും റൂട്ട്സും വേരുകളും കിഴങ്ങുകളും ഒക്കെ ഭക്ഷിച്ചാണ് അവരുടെ ജീവിതം നിലനിർത്തിയിരുന്നത്. ഹെൻസ് ഹി ഈസ് കാൾഡ് എ ഹണ്ടർ ആൻഡ് ഗ്യാദറർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എന്താണ് ഇല്ലേ, വേട്ടയാടുന്നവരെ നമ്മൾ വിളിച്ചു. കാരണം അവർ വേട്ടയാടി മൃഗങ്ങളെയും പക്ഷികളെയും ഭക്ഷിക്കുന്നു, വൈൽഡ് ആനിമൽസ് കാട്ടുചെടികൾ ഭക്ഷിക്കുന്നു, അങ്ങനെ ജീവിച്ച ആൾക്കാരായതുകൊണ്ട് അവരെ നമ്മൾ അല്ലേ പണ്ടത്തെ മാനെ, പാലിയോലിത്തിക് മാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഹണ്ടർ ഗ്യാദറർ എന്ന് വിളിക്കാറുണ്ട്. ഹണ്ടർ ഗ്യാദറേഴ്സ് ലേൺ ടു വാച്ച്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പർ ആനിമൽ ബിഹേവിയർ. അവർ എന്ത് ചെയ്യുകയാണ് ജെനി? ഹണ്ടർ ഗ്യാദറർ അല്ലേ, വേട്ടക്കാർ എന്ത് ചെയ്യുന്നു? മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കും. അവരുടെ കാര്യങ്ങൾ, അവരുടെ പെരുമാറ്റം, അവരുടെ സ്വഭാവമൊക്കെ ഇവര് വാച്ച് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. Hence, in spite of being physically weaker and slower than many other animals, they could hunt down these animals and protect themselves for them. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? വേട്ടക്കാരായിട്ടുള്ള മനുഷ്യര് അല്ലേ, പണ്ടത്തെ മനുഷ്യര് മൃഗങ്ങളെ ഇരുന്ന് വാച്ച് ചെയ്യുകയും അവരുടെ അത് മനസ്സിലാക്കുക, അവരുടെ സ്വഭാവം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? തന്നെക്കാളും വലിയ മൃഗങ്ങളെ അവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്നു, വേട്ടയാടാൻ പറ്റുന്നു, സ്വയം രക്ഷിച്ചുകൊണ്ടില്ലേ. അവരിൽ നിന്ന് തന്നെക്കാൾ ശക്തിയും ആരോഗ്യമൊക്കെ ഉള്ള മൃഗങ്ങളിൽ നിന്ന് സ്വയം രക്ഷിച്ചുകൊണ്ട് അവരെ വേട്ടയാടാൻ, മൃഗങ്ങളെ വേട്ടയാടാൻ ഈ മനുഷ്യർക്ക് സാധിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? അവര് മൃഗങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം നല്ല രീതിയിൽ നിരീക്ഷിച്ച് അത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് തന്നെക്കാൾ ശക്തിയേറിയ മൃഗങ്ങളെ ഈ മനുഷ്യർക്ക് വേട്ടയാടാൻ സാധിക്കുന്നത്. Thus, for the first time in the history of evolution, the ability to think, remember and innovate become more useful than mere physical strength. ഇല്ലേ, അപ്പൊ നമുക്ക് എന്താണ് ഫിസിക്കൽ സ്ട്രെങ്തിനേക്കാളും കൂടുതൽ എന്താണ് എബിലിറ്റി ടു തിങ്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഓരോ കാര്യങ്ങൾ റിമെമ്പർ ചെയ്യാനില്ലേ, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഒക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ഈ ഫിസിക്കൽ സ്ട്രെങ്തിനേക്കാളും കൂടുതൽ യൂസ്ഫുൾ എന്ന് നമുക്ക് എന്താണ് എന്താണ് പണ്ടത്തെ ആ ഒരു ജീവിത രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ, ആ ഒരു പരിണാമത്തിന്റെ ആ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫിസിക്കൽ സ്ട്രെങ്തിനേക്കാളും മോർ യൂസ്ഫുൾ ഇല്ലേ, ബെറ്റർ യൂസ്ഫുൾ ആണ് എന്ത് തിങ്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, റിമെമ്പർ ചെയ്യാനുള്ളത്, ഇന്നോവേറ്റ് ചെയ്യാനുള്ളത്, ഈ എല്ലാ കഴിവുകളും ഈ ഒരു ഫിസിക്കൽ സ്ട്രെങ്തിനേക്കാളും കൂടുതൽ യൂസ്ഫുൾ ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. While searching for food, hunter-gatherers keenly observed and learned to understand their surroundings. അപ്പോൾ അവരിങ്ങനെ ഫുഡ് സെർച്ച് ചെയ്യാൻ തുടങ്ങി അല്ലേ, അവരിങ്ങനെ വേട്ടയാടാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ സ്വന്തം ചുറ്റുപാടുകളെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒബ്സർവ് ചെയ്യാനും മനസ്സിലാക്കാനും തുടങ്ങി.
They noticed how the vegetation changed with the season. അല്ലേ, ഓരോ സീസൺസിനനുസരിച്ച് ഈ ചെടികൾക്കുണ്ടാകുന്ന വ്യത്യാസം അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. They found out what was edible and useful in nature and learned to change things to suit their needs. അപ്പോൾ ഓരോ ക്ലൈമറ്റിനനുസരിച്ച് എങ്ങനെ ഈ ചെടികൾക്കൊക്കെ വ്യത്യാസം വരുത്താം, അല്ലേ, വ്യത്യാസം വരുത്തി അത് നമുക്ക് സ്യൂട്ടാവുന്ന രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് അവർ പഠിച്ചു. For instance, they learned to use animal skin and leaves to clothe themselves and stone, bone, wood, horn, etc. അപ്പോൾ എന്താണ് അവർ മനസ്സിലാക്കാൻ തുടങ്ങി എങ്ങനെ ഈ ഒരു ചെടികളെ നമുക്ക് ഈ ഒരു ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താന്നുള്ള കാര്യം അവർ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അവർ എന്ത് ചിന്തിച്ചാ, ഉടുപ്പ് ഇല്ലേ, അവർക്ക് ഉടുപ്പിന് മൃഗത്തോലും അതുപോലെ തന്നെ ലീവ്സ് ചെടികളുടെ ഇലയൊക്കെ ഉപയോഗിച്ച് തങ്ങൾക്ക് ഉടുപ്പാക്കാം. അതുപോലെ തന്നെ ഈ വുഡ് ഇല്ലേ, ഹോൺ, സ്റ്റോൺ, ഇതൊക്കെ എന്ത് തുടങ്ങി ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ്. അതൊക്കെ ഉപയോഗിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസും വെപ്പൺസും ഉണ്ടാക്കാനും തുടങ്ങി. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദേ ലേൺ ടു ലൈറ്റ് എ ഫയർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അല്ലേ, തീ കത്തിക്കാൻ പഠിച്ചു. ലൈറ്റ് എ ഫയർ, അതായത് തീ തെളിയിക്കാൻ, തീ കത്തിക്കാൻ അവർ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, മനുഷ്യൻ പയ്യെ പയ്യെ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുവാണ്. ആദ്യം അവർ ഫുഡിന് വേണ്ടി ഒരിടത്ത് സെർച്ച് ചെയ്ത് അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. അവർ ഒരിടത്ത് സ്ഥിര താമസക്കാരല്ലായിരുന്നു. പിന്നെന്താണ്, അവരിങ്ങനെ മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയപ്പോഴത്തേക്കും മൃഗങ്ങളുടെ സ്വഭാവ രീതിയൊക്കെ പഠിക്കുകയും അത് മനസ്സിലാക്കി വെച്ചിട്ട് തന്നേക്കാൾ ശക്തി കൂടിയ മൃഗങ്ങളെ വരെ കീഴ്പ്പെടുത്താൻ അവർ പഠിച്ചു. അതിനുശേഷം അതെന്താണ്, അവർ ചെടികളെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓരോ കാലാവസ്ഥ മാറുന്നോറും ആ ഒരു സസ്യങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം അവർ മനസ്സിലാക്കി. എന്നിട്ട് ആ ഒരു വ്യത്യാസത്തെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ ഒരു ചെടികളെയൊക്കെ മാറ്റാം അതവർ പഠിച്ചു. അതിനുശേഷം അവർ എന്ത് ചിന്തിച്ചു, മൃഗങ്ങളുടെ തോലും ഈ ഒരു ഇലയൊക്കെ കൊണ്ട് നമുക്ക് ഡ്രസ്സ്, അവർക്ക് ഉടുപ്പ് ഉണ്ടാക്കാൻ അവർ പഠിച്ചു. പിന്നെ എന്താണ് അവർ ചെയ്തത്, അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലേ ടൂൾസും വെപ്പൺസും നിർമ്മിക്കാൻ തുടങ്ങി. എന്തുപയോഗിച്ച്, മൃഗങ്ങളുടെ കൊമ്പുകളും വുഡ്, സ്റ്റോണ്, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസും വെപ്പൺസും നിർമ്മിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തം എന്തായിരുന്നു, ലൈറ്റ് ഫയറിലെ തീ കത്തിക്കാൻ അവർ പഠിച്ചു. അത് നോക്കിക്കേ, ലിവിങ് ഇൻ ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ആദ്യം ലൈഫ് ഓഫ് പാലിയോലിത്തിക് മാനിന്റെ സോഴ്സ് പഠിച്ചില്ലേ, അവരുടെ ലൈഫ് നമ്മൾ എങ്ങനെ അറിയുന്നു, അത് നമുക്ക് അതിനുള്ള കാര്യങ്ങൾ, അതിന്റെ ഉറവിടം എവിടെയാണ് അത് മനസ്സിലാക്കാൻ, അവരുടെ ജീവിത രീതി മനസ്സിലാക്കാനുള്ള ഉറവിടം എന്തായിരുന്നു, സോഴ്സസ് നമ്മൾ പഠിച്ചു. ഹണ്ടർ ആൻഡ് ഗ്യാദർ അല്ലേ, പാലിയോലിത്തിക് മാൻ ഹണ്ടർ ആൻഡ് ഗ്യാദർ എന്ന് പറയുന്നു, വേട്ടക്കാരാന്ന് പറയുന്നു. അതിനുള്ള കാരണം അല്ലെങ്കിൽ അതെന്താന്ന് നമ്മൾ സ്റ്റഡി ചെയ്തു. ഇനി മൂന്നാമത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ലിവിങ് ഇൻ ഗ്രൂപ്പ്. അവരെങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഗ്രൂപ്പായിട്ട് താമസിക്കാൻ തുടങ്ങി. പാലിയോലിത്തിക് മാൻ റിയലൈസ്ഡ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ലിവിങ് ഇൻ ഗ്രൂപ്പ്. അതുവരെ ഒറ്റയ്ക്കൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണം തേടി നടന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങിയ മനുഷ്യർ എന്ത് മനസ്സിലാക്കി, ഈ ഒരു ഗ്രൂപ്പായിട്ട് താമസിക്കുന്നതില്ലേ, കൂട്ടമായിട്ട് താമസിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ്, ഗുണങ്ങളെ കുറിച്ച് അവര് തിരിച്ചറിഞ്ഞു. എനേബിൾഡ് ഹിം ടു ഹണ്ട് ലാർജ് ആനിമൽസ് ആൻഡ് ടു ഷെയർ ഫുഡ് which was scarce and decayed easily. അപ്പോൾ എന്താണ് അവർ മനസ്സിലാക്കിയത്, നമുക്ക് എന്താണ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് താമസിക്കുകയാണെങ്കിൽ ലാർജ് ആനിമൽസിനെ വേട്ടയാടാനും ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കാനില്ലേ, അതൊക്കെ നശിച്ചു പോകാത്ത രീതിയിൽ ഷെയർ ചെയ്ത് കഴിക്കാനും ഒക്കെ പറ്റുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇറ്റ് ഓൾസോ പ്രൊവൈഡഡ് സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് നാച്ചുറൽ ഡേഞ്ചേഴ്സ്. അപ്പോൾ എന്താണ്, ഇങ്ങനെ കൂട്ടമായിട്ട് താമസിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സെക്യൂരിറ്റിയാണ്, എന്തിനെതിരെയുള്ള നാച്ചുറൽ ഡേഞ്ചേഴ്സിനെ, പ്രകൃതിദത്തമായിട്ടുള്ള അപകടങ്ങൾ വരുമ്പം അതിനെതിരെയുള്ള ഒരു സെക്യൂരിറ്റിയാണ് ഈ ഒരു ഗ്രൂപ്പ് ലിവിങ്, അതായത് കൂട്ടമായിട്ട് താമസിക്കുന്നതിന് അവർ തിരിച്ചറിഞ്ഞു. ഗ്രൂപ്പ്സ് വെയർ നോട്ട് വെരി ലാർജ്. ഈ ഗ്രൂപ്പ് എങ്ങനെയായിരുന്നു, ഒരു വലിയ കൂട്ടമൊന്നും ആയിരുന്നില്ല. പിന്നോ the members of a group cooperated with one another and their collective efforts helped them develop new skill. എന്താണ്, അപ്പൊ അതിൽ ഓരോ മെമ്പേഴ്സും മറ്റുള്ളവരായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരുടെ ഒരു കളക്റ്റീവ് എഫേർട്ട് എന്ത് ചെയ്തു, പുതിയ പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അവരെ സഹായിച്ചു. An outsider was not easily accepted in the group. ആ ഗ്രൂപ്പിലേക്ക് വെളിയിൽ നിന്നുള്ള ആൾക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. ആ ഗ്രൂപ്പിൽ ആൾക്കാർ പുതിയ ഒരാളെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. There were no inequalities within a group. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരു ഇനീക്വാലിറ്റീസിൽ ഒരു അസമത്വവും ഇല്ലായിരുന്നു. Nor were there many family ties. അതിൻ്റെ അകത്ത് ഒരു കുടുംബ ബന്ധങ്ങളോ അല്ലെങ്കിൽ ഒരു അസമത്വം ഒന്നും അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. Paleolithic man's life was full of danger. ഇല്ലേ, കുറച്ച് full of danger, മൊത്തത്തിൽ അപകടം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഈ പാലിയോലിത്തിക് മാൻ്റേത്. And his lifespan was only 20 to 25 years. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ലൈഫ് സ്പാനിൽ അവരായിരുന്ന ജീവിത സമയം എന്ന് പറയുന്നത് 20 വയസ്സ് അല്ലെങ്കിൽ
25 വയസ്സ് വരെയായിരുന്നു അവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, ടൈപ്പ് ഓഫ് സൈറ്റ്സ്. നാലാമത് നമ്മൾ നോക്കുന്നതാണ് ടൈപ്പ് ഓഫ് സൈറ്റ്സ്. Finished and unfinished Paleolithic artifacts have been found at several sites, where raw materials for making such artifacts are also found in plenty. ഫിനിഷ്ഡ് ആൻഡ് അൺഫിനിഷ്ഡ് പാലിയോലിത്തിക് ആർട്ടിഫാക്ട്സ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കുറേ ആർട്ടിഫാക്ട്സ്, കലാരൂപങ്ങൾ, ആർട്ടിഫാക്ട്സ് എന്താണ്, ഫിനിഷ് ചെയ്തതും ചെയ്യാത്തതുമായ കുറേ ആർട്ടിഫാക്ട്സ് ഉള്ള സൈറ്റുകൾ അത് കിടക്കുന്ന, അല്ലെങ്കിൽ കുറേ ആർട്ടിഫാക്ട്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഫിനിഷ് ചെയ്തതും ചെയ്യാത്തതുമായ ആർട്ടിഫാക്ട്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്താ കാണിക്കുന്നത്? അതിന് വേണ്ടുന്ന ആ ഒരു ആർട്ടിഫാക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടുന്ന റോ മെറ്റീരിയൽസ് ധാരാളമായിട്ട് അവിടെ ഉണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ there were probably factory sites where artifacts were made on a large scale. ഇപ്പം എന്താണ്, അതെല്ലാം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ സ്ഥലങ്ങളെല്ലാം തന്നെ ഫാക്ടറി സൈറ്റ്സ് ആണ് അല്ലേ. എന്താണ്, അവിടെ വലിയ രീതിയിൽ ആ ഒരു ആർട്ടിഫാക്ട്സ് ലാർജ് സ്കെയിലിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഫാക്ടറി സൈറ്റ്സ് ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. At some sites, ash and animal remains have been found along with ആർട്ടിഫാക്ട്സ്. അപ്പോൾ എന്താണ്, ഈ ആർട്ടിഫാക്ട്സിനോടൊപ്പം തന്നെ ചില സൈറ്റ്സുകളിൽ നമുക്ക് ചാരവും അതുപോലെ തന്നെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. This suggested that people worked and also lived at these sites. അതെന്താ നമുക്ക് കാണിച്ചു തരുന്നത്? ആളുകൾ അവിടെ അല്ലേ, പാലിയോലിത്തിക് മാൻ അവിടെ താമസിക്കുകയും അതുപോലെ തന്നെ അവിടെ താമസിച്ചുകൊണ്ട് തന്നെ എന്താണ് ഈ ആർട്ടിഫാക്ട്സ് ഒക്കെ നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് നമുക്കത് കാണിച്ചത് അല്ലേ. ആളുകൾ വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ താമസിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഈ സൂചനകൾ നമുക്ക് നൽകുന്നത്. എന്താണ്, ആഷും ആനിമൽ എന്താണ് റിമൈൻസ് ഒക്കെ അവിടുന്ന് കണ്ടെത്തി. അപ്പോൾ ആ സൂചിപ്പിക്കുന്നത് എന്താണ്, അവിടെ ആർട്ടിഫാക്ട്സ് ഉണ്ടാക്കുകയും ചെയ്തു അല്ലേ, ആളുകൾ അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു, അതുപോലെ അവിടെ താമസിക്കുകയും ചെയ്യുന്നു എന്നാണ് അത് നമുക്ക് കാണിച്ചു തരുന്നത്. These were habitation cum factory sites. അപ്പോൾ അവരത് എന്തായിട്ട് യൂസ് ചെയ്തു എന്നാണ്, അത് ഹാബിറ്റേഷൻ കം ഫാക്ടറി സൈറ്റ്സ്, വാസസ്ഥലവും അതുപോലെ തന്നെ അവർക്ക് അവരുടെ വർക്കിംഗ് പ്ലേസും ആയിരുന്നു അതെന്നാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പാലിയോലിത്തിക് മാനിൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്, അവരുടെ ആ ലൈഫിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അവരുടെ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, അതിനുള്ള സോഴ്സസിനെ കുറിച്ച് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്തു അല്ലേ. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടിയത്? സോൺ റിവർ വാലി ഇൻ പാകിസ്ഥാൻ, ഇൻ ദ അപ്പർ നർമദ റീജിയൻ, in the Deccan, and some places in South India such as ആറ്റിറമ്പാക്കം നിയർ ചെന്നൈ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്നൊക്കെ നമുക്ക് സോഴ്സസ് കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞു ട്രൈബൽ ആളുകളെ എന്താണ് ഒബ്സർവ് ചെയ്താൽ നമുക്ക് പ്രിമിറ്റീവ് മാൻ്റെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, അവരുടെ ഒരു ജീവിത രീതിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അത് എവിടെയൊക്കെയുള്ളതാണ്? തോഡാസ് ഓഫ് നീൽഗിരി ഹിൽസ് ആൻഡ് ജാവാസ് ആൻഡ് ഓങ്കൻസ് ഓഫ് ദ ആൻഡമാൻ ഐലൻഡ്. ഇവരെയൊക്കെ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിമിറ്റീവ് മാനിൻ്റെ ലൈഫ് സ്റ്റൈൽ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഹണ്ടർ ആൻഡ് ഗ്യാദർ അല്ലേ, പണ്ടത്തെ ആൾക്കാർ ഹണ്ടർ ഗ്യാദർ ആയിരുന്നു, വേട്ടക്കാരായിരുന്നു നമ്മൾ പറഞ്ഞു. അതിനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ലിവിങ് ഇൻ ഗ്രൂപ്പ്സ്, അവർ ഗ്രൂപ്പായിട്ട് താമസിക്കാൻ തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് പഠിച്ചു. ടൈപ്പ് ഓഫ് സൈറ്റ്സ് ഇല്ലേ, അവരുടെ ആർട്ടിഫാക്ട്സ് ഒക്കെ നിർമ്മിക്കുന്ന ആ ഒരു സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തു. നമ്മൾ എന്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പണ്ടത്തെ ആ ഒരു മനുഷ്യരിൽ നിന്നില്ലേ, ആ ഒരു വളഞ്ഞ ആകൃതിയില്ല വളഞ്ഞ രൂപത്തോടു കൂടിയുള്ള ആളുകളിൽ നിന്ന് ഇന്നത്തെ ഒരു മോഡേൺ രീതിയിലേക്ക് മനുഷ്യൻ മാറി. അപ്പോൾ ആ ഒരു സമയത്ത് ആളുകളുടെ ജീവിത രീതിയെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അത് നമ്മൾ സ്റ്റോണേജ് എന്താണെന്ന് പറഞ്ഞു, ശിലായുഗം അല്ലേ. സ്റ്റോണേജിൽ തന്നെ എന്താണ്, സ്റ്റോൺ ആയിരുന്നു മെയിനായിട്ട് അവർ യൂസ് ചെയ്തിരുന്ന ടൂൾ എന്ന് പറയുന്നത്. സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു അവരുടെ എല്ലാ ടൂൾസും വെപ്പൺസും എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോണേജിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. അപ്പോൾ ആ ഒരു പാലിയോലിത്തിക് ഏജിനെ നമ്മൾ പാലിയോലിത്തിക് ഏജാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്യുന്നത്. പാലിയോലിത്തിക് ഏജ്, അതിൽ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അവരുടെ ജീവിത രീതി, അവർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ പാലിയോലിത്തിക് ഏജിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്തൊക്കെയായിരുന്നു? ലോവർ, മിഡില്, അപ്പർ പാലിയോലിത്തിക്, ഈ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. പിന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങി ഇല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്തു. പിന്നെ ബാലൻസ് കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ ഉപയോഗിക്കുന്ന ടൂൾസ്, അവർ ഫയർ കണ്ടെത്തിയ കാര്യങ്ങൾ, ഡെക്കാനുള്ള ആ ഒരു പാലിയോലിത്തിക് ഏജിനെ കുറിച്ച്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാം. ഇന്ന് ഇവിടം വരെ പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായോ? വളരെ കുറച്ച് കാര്യങ്ങൾ ഒരു കഥ പോലെ പറഞ്ഞു പോയി ഇല്ലേ. എളുപ്പമല്ലേ പഠിക്കാൻ? ഒരു കഥ രൂപത്തിൽ നമ്മൾ ഓർത്തു വെച്ചാൽ മതി. സ്റ്റോണേജ്, ശിലായുഗം തുടങ്ങുന്നു അല്ലേ. ആദിമ മനുഷ്യരാദ്യം വളഞ്ഞ ഒരു കുരങ്ങ് പോലുള്ള ജീവിയിൽ നിന്ന് കുറച്ചുകൂടെ നിവർന്ന് കാലുപയോഗിച്ച് നിലത്ത് ചവിട്ടി നിൽക്കാൻ പഠിച്ചു.
കൈയെല്ലാം ഫ്രീ ആക്കി സാധനങ്ങൾ എറിയാനും പിടിക്കാനും ഒക്കെ പഠിച്ചു. അതിനുശേഷം നമ്മൾ ശിലായുഗം വന്നു അല്ലേ, സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം വന്നു. അത് സ്റ്റോണേജ് എന്ന് നമ്മൾ വിളിച്ചു. സ്റ്റോണേജിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ വന്നു. പാലിയോലിത്തിക് മാൻ, അതിൽ എന്താണ് ചെയ്യുന്നത്, സ്റ്റോൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവരുടെ മെയിനായിട്ടുള്ള ആയുധങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അവർ എന്തൊക്കെ പഠിച്ചു, ഗ്രൂപ്പായിട്ട് താമസിക്കാൻ പഠിച്ചു അല്ലേ, അവർ ഫയർ കണ്ടെത്തി തീ കത്തിക്കാൻ അവർ പഠിച്ചു. അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്തു, അവർ എന്താണ് അവരുടെ ഒരു ഹണ്ടർ ഗാദർ, വേട്ടയാടാനും മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചു. ഒരു കഥ പോലെ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു ചാപ്റ്ററാണിത്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് അല്ലേ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പം ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പം ഇന്ന് പഠിപ്പിച്ച ഈ ഒരു ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. എല്ലാവരും നോട്ട്സ് എഴുതി ടീച്ചറിന് അയച്ചു തരണം. അതുപോലെ തന്നെ പഠിക്കുന്ന വോയിസ് മെസ്സേജ് ഇല്ലേ, വായിച്ചിട്ട് അതിൻ്റെ വോയിസ് മെസ്സേജ് ടീച്ചറിന് അയച്ചു തരണം. എന്തെങ്കിലും സംശയമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Did you get ready in the dark or something? 'Cause you look like a beautiful nightmare. Don't you know? Don't judge me. I just... Good morning, dear students. How are you all? I hope you are fine. നമുക്കിന്ന് ഹിന്ദി പഠിച്ചാലോ? എല്ലാരും ഹിന്ദി പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? നമുക്കിന്ന് ഹിന്ദിയിലെ ഹമാരി സാത്തി പക്ഷി എന്ന ചാപ്റ്റർ പഠിക്കാം. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ഹമാരി സാത്തി പക്ഷി എന്ന് വെച്ചാൽ എന്താ? ഞങ്ങളുടെ കൂട്ടാളിയായിട്ടുള്ള പക്ഷി. ഇവിടെ നമുക്ക് ചുറ്റുമുള്ള പക്ഷികളുടെ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാലോ നമ്മുടെ ചുറ്റും എന്തൊക്കെ പക്ഷികളുണ്ട്? കാക്കയുണ്ട്, പിന്നെന്തുണ്ട്? എല്ലാരും പറഞ്ഞേ. കാക്കയുണ്ട്, കുയിലുണ്ട്, തത്തയുണ്ട്, പ്രാവുണ്ട്. ഇങ്ങനെ നിരവധി പക്ഷികൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹമാരി സാത്തി പക്ഷിയാണ്. നമുക്ക് കൂട്ടാളിയായിട്ടുള്ള പക്ഷികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? കൗവ. കൗവ എന്ന് വെച്ചാൽ എന്താ? കാക്ക. കൗവ എന്ന് വെച്ചാൽ എന്താ? കാക്ക. गाँव या शहर सब जगह कौवा पाया जाता है। सवेरे काव काव करके वही सबको जगता है। कौवा पेड़ पर घोंसला बनाकर रहता है, कोई को कोई से पता नहीं। फिर भी वह हर रोज हमारे घर के चारों तरफ घूमते रहता है. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മളെ ദിവസം കാണുന്ന കാക്കയെ കുറിച്ചാ പറഞ്ഞിട്ടുള്ളത് അല്ലേ? गाँव या शहर सब कौवा पाया जाता है, सवेरे काव काव करके वही सबको जगता है। कौवा पेड़ पर घोंसला बनाकर रहता है, कोई को कोई सी पता नहीं। फिर भी वह हर रोज हमारे घर के चारों तरफ घूमत रहता है. എന്താണ്? നമ്മുടെ ഗ്രാമത്തിലായാലും അതുപോലെ ഗ്രാമത്തിലും നഗരത്തിലും എല്ലായിടത്തും എന്തുണ്ട്? കാക്കയുണ്ടല്ലേ. നമുക്ക് ഗ്രാമത്തിലും നഗരത്തിലും ഒക്കെ എന്തിനെ കാണാം? കാക്കയെ കാണാൻ പറ്റൂലേ. എല്ലാ ദിവസവും രാവിലെ തന്നെ കാക്ക വന്നിട്ട് എന്ത് ചെയ്യും? ഈ ഗ്രാമത്തിലുള്ളവരെ ആയാലും നഗരത്തിലുള്ളവരെ ആയിട്ട് എന്താ വിളിച്ചുണർത്തൂല്ലേ. കാക്ക കരഞ്ഞുകൊണ്ട് വിളിച്ചുണർത്തൂല്ലേ. കാക്ക എവിടാണ് കൂടുണ്ടാക്കുന്നത്? ഈ കാക്ക നമ്മൾ രാവിലെ വന്ന് വിളിച്ചുണർത്തുന്നത്. ഈ കാക്ക എവിടാണ് താമസിക്കുന്നത്? മരത്തിലാണ് കൂടുണ്ടാക്കി താമസിക്കുന്നത്. ഈ കാക്ക മരത്തിലാണ് കൂടുണ്ടാക്കി താമസിക്കുന്നത്. ഈ കാക്കയ്ക്ക് നമ്മൾ ചോറും അതുപോലെ ആഹാര സാധനങ്ങൾ ഇട്ടുകൊടുക്കാറുണ്ടോ? ഇല്ല, നമ്മൾ കാക്കയെ പരിപാലിക്കാറില്ല. ഇല്ല. എന്നിട്ടും നമ്മളെ അവരെന്ത് ചെയ്യുന്നു? എന്നിട്ട് കാക്ക നമ്മളെ ദിവസവും നമ്മുടെ വീടിന് ചുറ്റും വന്ന് കറങ്ങി നടക്കുന്നുണ്ട്. നമ്മൾ ചോറും അതുപോലെ ധാന്യങ്ങളൊന്നും കാക്കയ്ക്കായി ഇട്ടു കൊടുക്കത്തില്ല അല്ലേ. എന്നിട്ടെന്താ? ഈ കാക്ക നമ്മുടെ ചുറ്റും വന്ന് എന്നും കറങ്ങി നടക്കുന്നുണ്ടല്ലേ. कोई को हम काफी कुछ देते ही रहते हैं, फिर भी वह हमारी आम को बजाकर हमारे घर आंगन से कुछ न कुछ चुरा कर ले जाता है। वह बड़ों से डरता है, लेकिन छोटे बच्चों से नहीं डरता। उनके हाथ की मिठाई भी
छिनकर ले जाते हैं। इस कारण हम उसे पसंद नहीं करते। എന്താണ് कोई का हम कभी कभी कुछ देते ही रहते हैं। सिर्फ फी वक्त हमारी आंखों बचाकर हमारी हर आंगन में से कुछ न कुछ चुरा कर ले जाता है। वह बड़ों से डरता है लेकिन छोटे बच्चों से नहीं डरता। उनके हाथ की मिठाई भी छीनकर ले जाता है। इस कारण हम उसे पसंद नहीं करते। എന്താണ് നമ്മൾ കാക്കയ്ക്ക് ആഹാരങ്ങളൊന്നും ഇട്ടുകൊടുക്കാറില്ല. എന്നിട്ട് കാക്ക നമ്മുടെ വീടിന് ചുറ്റും വന്ന് കറങ്ങി നടക്കാറുണ്ടല്ലേ? നമ്മുടെ വീടിന് ചുറ്റും വന്ന് കറങ്ങി നടക്കാറുണ്ടല്ലേ? ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കാക്കയ്ക്ക് എന്തെങ്കിലുമൊക്കെ നൽകും. നമ്മള് ചിലപ്പോഴെങ്ങാനും എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങള് കാക്കയ്ക്ക് നൽകും. എന്നിട്ട് എന്താ ഈ കാക്കയ്ക്ക് നമ്മൾ ആഹാരം കൊടുക്കുമെങ്കിൽ പോലും ഈ കാക്ക നമ്മുടെ കണ്ണ് വെട്ടിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മുറ്റത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുകയും അതുപോലെ എടുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ എന്തെങ്കിലും ആഹാരം വെച്ചിരുന്ന കാക്ക വന്ന് കൊത്തിയെടുത്തോണ്ട് പോവാറില്ലേ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനം നമ്മുടെ കയ്യിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കും. കൊച്ചു പിള്ളേര് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സാധനം ആരെടുത്തോണ്ട് പോകും? കാക്ക കൊത്തിക്കൊണ്ട് പോകുമല്ലേ? എന്താണ് ചിലപ്പോഴൊക്കെ നമ്മള് കാക്കയ്ക്ക് എന്തെങ്കിലും കൊടുത്താൽ പോലും ഈ കാക്ക നമ്മുടെ കണ്ണ് വെട്ടിച്ചിട്ട് കാക്ക എന്ത് ചെയ്യും? വീടിന് മുറ്റത്ത് വന്ന് അവിടെ ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കുക എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവൻ എന്താ മുതിർന്നവരെ ഭയപ്പെടുന്നു. ഈ കാക്ക വലിയ ആൾക്കാരെ കാണുമ്പോ എന്താ നല്ല ഭയമാണ് ഈ കാക്കയ്ക്ക്. കാക്ക മുതിർന്ന വലിയ ആൾക്കാരെ കാണുമ്പോ ഭയപ്പെടുന്നുണ്ട്. പക്ഷെ ചെറിയ കുട്ടികളെ എന്ത് ചെയ്യും? ചെറിയ കുട്ടികളെ ഈ കാക്ക ഭയപ്പെടുന്നില്ല. ചെറിയ കുട്ടികളെ കാക്ക ഭയപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചെറിയ കുട്ടികളുടെ കയ്യിലുള്ള മധുര പലഹാരങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ കാക്ക തട്ടിയെടുക്കും. ചെറിയ കുട്ടികൾ മധുര പലഹാരങ്ങളൊക്കെ മുറ്റത്ത് നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ കാക്ക എന്ത് ചെയ്യും? കൊത്തിക്കൊണ്ട് പോകുമല്ലേ? അതുകൊണ്ടാണ് ഈ കാക്കയും കൊച്ചുങ്ങൾക്കൊന്നും തന്നെ ഇഷ്ടമല്ലാത്തത്. കോഴൽ എന്ന് വെച്ചാൽ എന്താണ്? കുയില്. കോഴൽ എന്ന് വെച്ചാൽ എന്താണ്? കുയില്. कोयल कौवे की तरह काली होती है लेकिन उसकी आवाज मिठी होती है। बरगद पीपल आम आसादी पेड़ों पर यह रहती है। इन पेड़ों के फल और कीड़े मकड़ों की इसका आहार है। कोई की तरह इसे सब देख नहीं सकते। यह स्वभाव की बड़ी शामिली है। वसंत ऋतु में पेड़ पौधे जब नए नए पत्तों और फूलों से भर जाते हैं तब कोयल की कुहू कुहू सुनाई देती है। बरसात शुरू होते ही वह चुप हो जाती है। കോയൽ എന്താണ്? കോയലിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. കോയൽ കൗവി തരത് കാലി ഹോത്തി ഹേ लेकिन उसकी आवाज मिट्टी होती है। बरगद पीपल आम आदि पेड़ पर यह रहती है। इन पेड़ों के फल और कीड़े मकोड़े ही इसका आहार है। कौवे की तरह इसे सब जगह देख नहीं सकते। यह स्वभाव की बड़ी शामिली है। वसंत ऋतु में पेड़ पौधे जब नए नए पत्तों और फूलों से भर जाते हैं तब कोयल की कुहू कुहू सुनाई देती है। वसंत शुरू होते ही वह चुप हो जाती है। ഇവിടെ എന്താ? കുയിലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കുയിൽ എന്ന് വെച്ചാൽ കാക്കയെ പോലെ നല്ല കറുത്ത നിറമാണ്. എന്തിന്? കുയിലിന് കാക്കയെ പോലെ നല്ല കറുത്ത നിറമാണ് എന്തിനുള്ളത്? കുയിലിന് ഉള്ളത്. പക്ഷെ കുയിലിന്റെ ശബ്ദം എന്ന് വെച്ചാൽ കാക്കയെ പോലത്തെ ഒരു ശബ്ദമാണോ? അല്ല. കാക്കയെ പോലെ നല്ല കറുപ്പ് നിറമാണ് കുയിലിനുള്ളത്. എന്നാൽ കാക്കയെ പോലത്തെ ഒരു ശബ്ദമല്ല കുയിലിനുള്ളത്. കുയിലിന്റെ ശബ്ദം എന്ന് വെച്ചാൽ എങ്ങനെയാ? കുയിലിന്റെ ശബ്ദം എന്ന് വെച്ചാൽ നല്ല മധുരമാണ്. ബനിയൻ അതുപോലെ പീപ്പിൾ മാവ് തുടങ്ങിയ മരങ്ങളിലേക്കാണ് കുയില് വസിക്കുന്നത്. അതായത് ആൽമരത്തിലും അതുപോലെ പീപ്പിളിലും അതുപോലെ മാവിലും ഒക്കെയാണ് കുയില് വസിക്കുന്നത്.
അതുപോലെ മരങ്ങളുടെ ഈ മരങ്ങളിലേക്ക് ഉള്ള പഴവർഗ്ഗങ്ങളുടെയും അതുപോലെ പ്രാണികളെയൊക്കെയാണ് കുയില് ആഹാരമാക്കി മാറ്റുന്നത്. കാക്കയെ പോലെ എല്ലായിടത്തും നമുക്ക് കുയിലിനെ കാണാൻ പറ്റത്തില്ല. നമുക്ക് ചുറ്റും നോക്കിയാൽ എന്തിനെ കാണാം? കാക്കയെ കാണാം. എന്നാൽ കാക്കയെ പോലെ കുയിലിനെ നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇത് പ്രകൃതിയിൽ ഒരുപാടൊന്നും തന്നെ ഈ കുയില് അങ്ങനെ കാണാൻ പറ്റില്ല. വസന്തകാലത്ത് വസന്തകാലം എന്ന് വെച്ചാ പൂക്കളും അതുപോലെ പഴങ്ങളൊക്കെ കിളിക്കുന്ന കാലമല്ലേ. വസന്തകാലം എന്ന് വെച്ചാൽ പൂക്കളൊക്കെ വിരിയുന്ന കാലമാണ്. വസന്തകാലത്ത് മരങ്ങളിലും അതുപോലെ ചെടികളിലൊക്കെ പുതിയ ഇലയും അതുപോലെ പൂക്കളും ഒക്കെ കൊണ്ട് നിറയും. പുതിയ വസന്തകാലം ആകുമ്പോൾ ചെടികളൊക്കെ പൂക്കളും അതുപോലെ തന്നെ പുതിയ ഇലകളൊക്കെ കൊണ്ട് നിറയും. അപ്പൊ ഇതാ ഈ കുയിലിന്റെ ശബ്ദം കൂന്നുള്ള കുയിൽനാദം നമുക്ക് കേൾക്കാൻ പറ്റും. വസന്തകാലത്ത് ചെടികളിലും മരങ്ങളിലൊക്കെ തന്നെ ധാരാളം പൂക്കളൊക്കെ വരുമ്പോ കുയിലിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. മഴ പെയ്യുമ്പോഴത്തേക്ക് എന്താ ഈ കുയിലിന്റെ ശബ്ദം നിശബ്ദമാകും. കുയിൽ പിന്നെ പാടാറില്ല. അടുത്ത എന്താ? തോത്ത. തോത്ത എന്ന് വെച്ചാൽ എന്താ? തത്ത. തോത്ത എന്ന് വെച്ചാൽ എന്താ? തത്ത. तोता भारत का पुराना और प्यारा पक्षी है। इसके हरा शरीर और लाल चोंच किसको अपनी ओर नहीं खींचता। पुराने जमाने में घर में और मंदिर में तोता पलते थे। उसे बोलना सिखता थे। राजमहल में राजकुमारियां तोता पालती थी और अच्छे गाना मिलती थी। तोता कौवे की तरह घास फूस के घोंसले नहीं बनता। यह पेड़ के गोगलों में यह दीवार की सुरंगों में रहता है। यह गर्म देशों में पाया जाता है। अनाज फल आदि इसका आहार है। तोते को तोता तोता भारत का पुराना और प्यारी पक्षी है। प्यारा पक्षी है। इसका हरा शरीर और लाल चोंच किसको अपनी ओर नहीं खींचता। पुराने जमाने में घर में और मंदिर में तोता पालते थे। उसे बोलना सिखाते थे। राजमहल में राजकुमारियां तोता पालती थी और अच्छे गाना गाती थे। तोता कौवे की तरह घास फूस के घोंसला नहीं बनता। यह पेड़ के गोगलों में या दीवारा के सुरंगों में रहता है। यह गर्म देशों में पाया जाता है। अनाज फल आदि इसका आहार है. എന്താണ് ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള എന്ന് വെച്ചാൽ പണ്ട് കാലം തൊട്ടേ ഉള്ള പ്രിയപ്പെട്ട ഒരു പക്ഷിയാണ് ഇതെന്ന് പറയുന്നത് തത്തയെന്ന് പറയുന്നത്. തത്തയുടെ നിറം എന്താണ്? തത്തയുടെ ശരീരം മൊത്തം നല്ല പച്ച നിറമാണ്, ഹരയാണല്ലേ. പച്ച നിറമാണ് എന്തിനുള്ളത്? തത്തയ്ക്ക് ഉള്ളത്. എന്നാൽ അതിന്റെ ചുണ്ട് എങ്ങനെയാ? നല്ല ചുവന്ന കളറിലാണ് തത്തയുടെ ചുണ്ട് ഉള്ളത്. പഴയ കാലത്ത് ഈ വീട്ടിലും അതുപോലെ ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ ഈ തത്തയെ വളർത്തിയിരുന്നു. ഈ തത്ത എന്നിട്ട് എന്ത് ചെയ്യും? വീട്ടിലായാലും ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആയാലും വളർത്തുന്ന തത്തയെ സംസാരിപ്പിക്കാൻ പഠിപ്പിക്കുമായിരുന്നു. മനുഷ്യനെ പോലെ തന്നെ സംസാരിക്കാൻ പഠിപ്പിക്കുമായിരുന്നു. കൊട്ടാരത്തിലെ രാജകുമാരിമാരൊക്കെ എന്ത് ചെയ്ത് തത്തകളെ വളർത്തുകയും ഈ തത്തകൾക്കൊക്കെ തന്നെ നല്ല ഭക്ഷണം നൽകുകയും അതുപോലെ തന്നെ പരിപാലിക്കുകയൊക്കെ ചെയ്തിരുന്നു. കൊട്ടാരത്തിലെ രാജകുമാരിമാരൊക്കെ തത്തയെ പരിപാലിക്കുകയും നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ തത്തയെന്ന് പറയുന്നത് കാക്കകളെ പോലെ തന്നെ പുല്ലുകൊണ്ടൊന്നും തന്നെ വീടുകള് നിർമ്മിക്കത്തില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യും? ഈ തത്തകൾ വല്ല മരത്തിന്റെ പൊത്തിലോ അല്ലെങ്കിൽ മതിലിന്റെ ദ്വാരത്തിലേക്കാണ് താമസിക്കുന്നത്. ചൂടുള്ള രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും തത്ത കാണപ്പെടുന്നത്. ധാന്യങ്ങള്, പഴങ്ങള് മുതലായവയാണ് ഈ തത്തയുടെ പ്രധാനപ്പെട്ട ആഹാരം. എന്താണ് നമ്മൾ ഇനി പഠിക്കുന്നത്? കബൂത്തറിനെ കുറിച്ചാണ്, പ്രാവിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. യഹ് പക്ഷി ദേശിക്ക്
सभी हिस्सों में पाया जाता है। यह पेड़ों पर नहीं रहता, घरों, बड़ी बड़ी इमारतों और मंदिर में रहता है। कुछ शौकीन लोग कबूतरों को पालते हैं। कबूतर मनुष्यों से डरता नहीं। छोटे बच्चों की कबूतर को पकड़ लेते हैं जब हम इसके सिर पर हाथ फेरते हैं, तब पालतू कुत्तों की तरह यह अपना सिर झुका लेते हैं और वो बहुत गुस्सा होता है। कुछ धनी लोग इसको पालते हैं और अपने हाथों से रोज इसको दान चुगता है। इसे देखकर आनंद होते हैं। എന്താണ് പ്രാവ് എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും തന്നെ എന്തിനെ കാണാം? പ്രാവിനെ കാണാൻ പറ്റൂല്ലേ? ഈ പ്രാവ് എന്ന് പറയുന്നത് മരങ്ങളിലൊന്നും തന്നെ താമസിക്കുന്നില്ല. പിന്നെ പ്രാവ് എവിടെയാണ് താമസിക്കുന്നത്? വീടുകളിലും അതുപോലെ വലിയ കെട്ടിടങ്ങളിലും ക്ഷേത്രങ്ങളിലേക്കാണ് ഈ പ്രാവ് താമസിക്കുന്നത്. പ്രാവുകൾ മനുഷ്യരെ ഒന്നും തന്നെ ഭയപ്പെടുന്നില്ല. വലിയ മനുഷ്യരെ ആയാലും അതുപോലെ ചെറിയ മനുഷ്യരെ ആയാലും ചെറിയ കുട്ടികളെ ആയാലും പ്രാവ് ഭയപ്പെടുന്നില്ല. എന്താണ് ഈ പ്രാവിനെ ആണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? കൈ കൊണ്ട് പിടിക്കുക വരെ ചെയ്യുന്നുണ്ട്. ഈ പ്രാവിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ചെറിയ കുട്ടികളൊക്കെ തന്നെ പ്രാവിനെ പിടിച്ചിട്ട് തലയിൽ കൈ വെച്ച് പ്രാവിന്റെ തലയിൽ കൈ വെച്ച് ഇങ്ങനെ തടവുമ്പോൾ ഒരു വളർത്തുനായ എങ്ങനെ തലകുനിഞ്ഞ് നിൽക്കും അതുപോലെ തന്നെ ഈ പ്രാവ് നിന്നിട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നു. പ്രാവ് ഇങ്ങനെ തല കാണിച്ചു കൊടുത്തിട്ട് പ്രാവിനും അതൊരു സന്തോഷമായിട്ട് നിലനിൽക്കുന്നു. ചില ധനികർ എന്ന് വെച്ചെന്താ, ചില പണക്കാരൊക്കെ എന്ത് ചെയ്യും? പ്രാവിനെ വളർത്തുകയും ഈ പ്രാവിന് എന്ത് കൊടുക്കും? ആഹാരങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുന്നത് തന്നെ എന്താ, വളരെ വലിയൊരു സന്തോഷമായിരുന്നു അവർക്ക്. प्राचीन काल में राजा लोग कबूतरों के जरिए चिट्ठी भेजते थे। लड़ाई के समय में कबूतर लड़ाई की खबरें ले जाता था। सैकड़ों मील पर चोटा आने पर भी वह अपनी जगह वापस आ जाता है। कबूतर शांति दूत समझा जाता है। भारत के प्रथम प्रधानमंत्री जवाहरलाल नेहरू को कबूतर बहुत पसंद था। प्राचीन काल में राजा लोग कबूतरों के जरिए चिट्ठी भेजते। लड़ाई के समय में कबूतर लड़ाई की खबरें ले जाता था। सैकड़ों मील पर चौड़ा आने पर भी वह अपनी जगह वापस आ जाता है। कबूतर शांति दूत समझा जाता है। भारत के प्रधानमंत्री जवाहरलाल नेहरू के कबूतर बहुत पसंद था. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രാചീന കാലത്ത് രാജാക്കന്മാരൊക്കെ തന്നെ പ്രാവുകളെ എന്തിനു വേണ്ടി ഉപയോഗിച്ച്? കത്തുകൾ അയക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. യുദ്ധസമയത്ത് പ്രാവെന്താ യുദ്ധത്തിന്റെ വർത്തികളായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതായത് പ്രാചീന കാലത്ത് രാജാക്കന്മാർ മറ്റൊരു രാജ്യത്തേക്ക് എന്തെങ്കിലും സന്ദേശമൊക്കെ കൊടുക്കണമെങ്കിൽ ഈ പ്രാവിലാണ് ഈ സന്ദേശം എഴുതി വെച്ചിട്ട് പ്രാവിനെ പറഞ്ഞു വിടുന്നത്. ഈ പ്രാവ് 100 കണക്കിന് മൈലുകൾ താണ്ടി പോയ ശേഷം ഈ സന്ദേശം എത്തിച്ച ശേഷം തിരിച്ച് അതുപോലെ തന്നെ ആ സ്ഥലത്ത് തിരികെ വരികയും ചെയ്തിരുന്നു. പ്രാവിനെ സമാധാനത്തിന്റെ സന്ദേശവാഹനായിട്ടാണ് കണക്കാക്കിയത്. പ്രാവിനെ എന്തായിട്ടാണ് കണക്കാക്കിയത്? പ്രാവിനെ സമാധാനത്തിന്റെ സന്ദേശവാഹനായിട്ടാണ് കണക്കാക്കിയത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി, പ്രഥമ പ്രധാനമന്ത്രി എന്ന് വെച്ചാ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന് പ്രാവുകളെ ഒരുപാട് ഇഷ്ടം ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച എന്താണ്? ഹമാരി സാത്തി പക്ഷി, ഞങ്ങളുടെ കൂട്ടാളിയായ പക്ഷി. ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.